ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിലുള്ള മൂന്നാം അംഗത്തിനാണ് കളമൊരുങ്ങുന്നത്. ജോയ്സിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇടതുപക്ഷം പ്രചരണത്തിൽ ഒരുപടി മുന്നിലാണ്. എന്നാൽ മുൻകൂട്ടി പ്രചരണം ആരംഭിച്ചത് ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇടുക്കി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കും. നിയോജക മണ്ഡലങ്ങളിൽ 5ഉം LDFിനൊപ്പം എന്നതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല. 2019 ഇതേ സാഹചര്യമായിരുന്നുവെന്നും ഡീൻ പറഞ്ഞു. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴുണ്ടായാലും നമുക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയാൽ തീർച്ചയായും ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നല്ല ഒരു ക്രോഡീകരണത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ആ ഒരു ഉറപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയം, സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെയെന്ന് ഉറപ്പിച്ച് പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചു. തോട്ടം മേഖലകളായ ശാന്തൻപാറ, ഉടുമ്പൻചോല പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിനോടൊപ്പം കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.